സ്വാഗതം പ്രിയരെ, പ്രഭാത ടാരോ റീഡിലേക്ക് താങ്കളെ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ താങ്കൾക്ക് വേണ്ടി വളരെ സ്പെഷ്യൽ ആയിട്ടൊരു സ്പ്രെഡാണ് എടുക്കുന്നത്. ഇതിനാണ് നമ്മൾ ട്രിനിറ്റി സ്പ്രെഡ് എന്ന് പറയുന്നത്. ട്രിനിറ്റി എന്ന് പറഞ്ഞാൽ ത്രയത്വം എന്ന് പറയുന്ന സ്പ്രെഡാണ്. അപ്പോൾ നമുക്ക് 3 കാർഡുകൾ എടുത്തു വെച്ചിട്ട് ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. എന്നാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ അർത്ഥം കിട്ടുള്ളൂ. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പ് നമ്മൾ എന്തറിയണം എന്ന് പറയുന്ന മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന കാർഡാണ്. ഹൈ പ്രീസ്റ്റസ് എന്ന് പറയുന്ന കാർഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ മാജിക് ആണ് കേട്ടോ ഈ ബ്ലാക്ക് കാറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന മാജിക്കിനെയാണ് ഈ ബ്ലാക്ക് കാറ്റ് എന്ന് പറയുന്നത്. കറുത്ത പൂച്ച എന്ന് പറയുന്നത് വെസ്റ്റേൺ ട്രഡീഷനിൽ വളരെ പോസിറ്റീവ് സൈനാണ്. നമ്മുടെ നാട്ടിലാണ് പൊട്ടശകലം എന്ന് പറയുന്നത്. ശരിക്കും ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിന്നും മാജിക് പുറത്തു വരുമ്പോഴാണ് ഈ കറുത്ത കാറ്റ് വരുന്നത്. അപ്പോൾ ഇതാണ് മാനിഫെസ്റ്റേഷൻ കാർഡ് എന്ന് പറയുന്നത്. ഇത് അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഈ 2 കാർഡുകൾ പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഭാഗത്തെ കാർഡ് എടുത്ത് നോക്കാം. തീർച്ചയായിട്ടും എൻജോയ് ഗ്രോത്ത് ആൻഡ് റീപ്പ് റിവാർഡ്സ് എന്ന് പറയുന്ന കാർഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എന്താ പറയുക, നമ്മൾ നമ്മുടെ ജീവിതത്തിലാകുന്ന വളർച്ചയിൽ നേടുന്ന ചെറിയ കാര്യങ്ങളും ചെറിയ കുഞ്ഞു കുഞ്ഞു സക്സസ് പോലും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണമെന്നാണ് ഈ കാർഡ് പറയുന്നത്. എന്നാൽ മാത്രമേ നമുക്കൊരു വലിയ പിക്ചർ കാണാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ കാർഡ് എന്താണെന്ന് നോക്കാം. നമ്മുടെ മാനിഫെസ്റ്റേഷന് വിൻറ്റർ എന്ന് പറയുന്ന കാർഡാണ്. ടേക്ക് കെയർ ഓഫ് യുവർ നീഡ്സ് ആണ്. അപ്പോൾ സ്വന്തം കാര്യം നോക്കണം എന്നുള്ളതാണ്. കാര്യം എന്താ വെച്ചാൽ നിങ്ങൾക്ക് എപ്പോഴും അറിയാമല്ലോ, നമ്മുടെ കാര്യം നോക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാവരും ഈ ലോകത്ത് സെൽഫിഷാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ 3 കാർഡുകൾ നമ്മളോട് പറയുന്നത് നമ്മുടെ മാനിഫെസ്റ്റേഷൻ, നമ്മുടെ മാജിക് വരാനായിട്ട് രണ്ട് കാര്യങ്ങളാണ് ഇന്ന് ചെയ്യാനുള്ളത്. ഒന്ന്, നമ്മുടെ ചെറിയ ഇതുപോലും നമ്മൾ ആഘോഷിക്കുക, സന്തോഷിക്കുക. 2, സ്വന്തം കാര്യങ്ങൾ എന്ന് വെച്ചാൽ സ്വന്തം ഹൃദയത്തിൽ മുറിവേൽക്കാതെ സ്വന്തം കാര്യത്തിന് എപ്പോഴും ഒരു ഇത് കൊടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് പറ്റും, നമ്മൾ ഇതേപോലെ തന്നെ മുന്നോട്ട് പോകേണ്ടി വരും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാജിക് പുറത്തുനിന്ന് വരട്ടെ. ഐ വിഷ് യു ഗുഡ് ഡേ. നമുക്ക് വൈകിട്ട് കാണാം.